വെൽക്കം. തഹ്മനാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ. ഈ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാം ബൈൽ ആസിഡ് സെക്വിസ്ട്രൻസ് ഓർ ബൈൽ ആസിഡ് ബൈൻഡേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അവയെ റെസിൻസ് എന്ന് വിളിക്കും. റെസിൻസ് വിഭാഗം മരുന്നുകളാണ്. 3 മരുന്നുകളുണ്ട്. ഒന്ന് കോളിസ്റ്റൈറമിൻ ആണ്, രണ്ടാമത്തെ കോളിസ്റ്റിപ്പോൾ ആണ്, മൂന്നാമത്തെ കോളിസെവലം എന്ന് പറയുന്ന മരുന്ന്. സോ ഇത് 3 മരുന്നുകളാണ്. ആൻഡ് ഇതിൽ ആദ്യത്തേത് രണ്ടും നമുക്ക് ഡ്രൈ പൗഡറാണ്. ഡ്രൈ പൗഡർ പൊടി രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അത് വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ജ്യൂസിലിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിതറി ഇങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുക. ആൻഡ് കോളിസെവാലം ഇങ്ങനെ ഡ്രൈ പൗഡർ കിട്ടും, പക്ഷെ അല്ലാതെ നമുക്ക് ടാബ്ലറ്റ് ഗുളിക രൂപത്തിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് കഴിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്, സുഖമാണ്. ആൻഡ് നേരത്തെ പ്രൊബുക്കോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. പ്രൊബുക്കോൾ ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നില്ല. ദെൻ ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ട് ഗുഗ്ലിപ്പിഡ്നോ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ മരുന്നുകൾ ബേസിക് അയോൺ എക്സ്ചേഞ്ച് റെസിൻ ആണ്. അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്, പോളിമേഴ്സ് ആണ്. ആൻഡ് ഇവ ദഹിക്കുന്നില്ല, അബ്സോർഷൻ ചെയ്യുന്നില്ല, മെറ്റബോളിസം ഒന്നുമില്ല. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിൽ നിന്ന്, ഇതിപ്പോ ലിവർ ആണെങ്കിൽ ഇത് കുടലാണെന്ന് വിചാരിക്കുക, ലിവറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബൈൽ, സോ ലിവറിൽ നിന്നുള്ള സെക്രീഷൻ ഡിയോഡനം കഴിഞ്ഞ് ഇവിടെ ആണ് ബൈലായിട്ടാണ്. അതിനകത്തുള്ള ബൈൽ ആസിഡ്സ്. സോ ഈ ബൈൽ ആസിഡ്സിനെ സെക്വിസ്റ്റർ ചെയ്യുന്നു. ഇവർ വന്നങ്ങോട്ട് കട്ട പിടിക്കുന്നു, എന്നിട്ട് അത് മലത്തിലൂടെ ഫീസസിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സോ സാധാരണ രീതിയിൽ ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ലിവറിലേക്ക് എത്തുന്നതാണ്. സോ കരളിലേക്ക് കൊളസ്ട്രോൾ തിരിച്ചെത്തുന്ന ആ പ്രധാനപ്പെട്ട ഈ വഴി ബൈൽ ആസിഡ്സ് തിരിച്ചെടുക്കുന്നതാണ്. ആൻഡ് ഇത് അപ്പോൾ തടയുന്നു. സോ അപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് മാത്രമേ അപ്പോൾ ലിവറിലേക്ക് എത്തുന്നുള്ളൂ. സോ ഇതുമൂലം ലിവറിൽ എന്ത് സംഭവിക്കും? ലിവറിനകത്ത് LDL റിസപ്റ്റേഴ്സിന്റെ എണ്ണം വർദ്ധിക്കും. LDL റിസപ്റ്റേഴ്സ് വർദ്ധിക്കുമ്പോൾ ബ്ലഡിൽ നിന്ന് കൂടുതലായിട്ട് LDL, സോ ഇൻക്രീസ്ഡ് LDL അപ്ടേക്ക് നടക്കും. സോ അപ്പോൾ ബ്ലഡിനകത്തുള്ള കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ കുറയും, താഴേക്ക് വരും. ഇതാണ് ഇവയുടെ പ്രവർത്തന രീതി എന്ന് പറയും. സോ എൻഡോഹെപ്പാറ്റിക് റീസൈക്ലിംഗ് ഓഫ് ദിസ് ബൈൽ ആസിഡ് is prevented by these bile acid sequestrants. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ട്രൈഗ്ലിസറൈഡ്സും ഇതേപോലെ നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ ട്രൈഗ്ലിസറൈഡ്സ് കുറയുമ്പോൾ ലിവറിൽ നിന്ന് കോമ്പൻസേറ്ററി സിന്തസിസ് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സിന്റെ എമൗണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ അപ്പോൾ ഈ മരുന്ന് ഡിക്രീസ്ഡ് LDL, ബ്ലഡിലുള്ള LDL കുറയ്ക്കുന്നു, പക്ഷെ അപ്പോൾ ചെറുതായിട്ട് ട്രൈഗ്ലിസറൈഡ് വർദ്ധിപ്പിക്കുന്നു. സോ ഇതാണ്. സോ അപ്പോൾ ഇത് എവിടെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആഡ് ഓൺ ഡ്രഗ്. വീണ്ടും നമ്മൾ നിയാസിൻ പറഞ്ഞ പോലെ ആഡ് ഓൺ ഡ്രഗ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. മറ്റു മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പമാണ് ഉപയോഗിക്കുക. സ്റ്റാറ്റിൻസ് കരളിൽ പുതുതായിട്ടുണ്ടാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നാണ്. നമുക്കറിയാം സ്റ്റാറ്റിൻസ് കരളിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാണ്, ഡീനോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ കുറയ്ക്കാണ്. അപ്പൊ ഇത് ഇങ്ങനെയും കൂടി കരളിലേക്ക് എത്തുന്ന കുറയുമ്പോഴത്തേക്കും ഒരു 50 + 20 ചേർത്ത് കഴിഞ്ഞാൽ 70% LDL കൊളസ്ട്രോൾ ഇതുമൂലം കുറയ്ക്കാനായിട്ട് പറ്റും. സോ സ്റ്റാറ്റിൻസിനൊപ്പം നമുക്ക് കൊടുക്കാം. ആൻഡ് ഇത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ദിസ് ദ സേഫസ്റ്റ് ഡ്രഗ് ആണ്. ഡിസ്ലിപ്പിഡീമയിൽ ഉപയോഗിക്കുന്ന സേഫസ്റ്റ് ഡ്രഗ് ആണ്. മാത്രമല്ല വേറൊരാൾ കൂടി സേഫ് ആണ്, അത് പ്രഗ്നൻസിയിൽ. ഗർഭിണികളിൽ ഇതിന് അബ്സോർഷനോ മെറ്റബോളിസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രഗ്നൻസിയിൽ ദ സേഫസ്റ്റ് ഡ്രഗ്. കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മരുന്ന് ഇതാണ്. ഇനി ഈ മരുന്നിന്റെ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ സിറോസിസ് ഉള്ളവരിലാണ്. സിറോസിസ് രോഗികളിൽ അവരിൽ പ്രൂറൈറ്റിസ്, ചൊറിച്ചിലുണ്ടായി. ഈ പ്രൂറൈറ്റിസ് തടയാനായിട്ട് നമുക്ക് കൊടുക്കാം. കാരണം ബൈൽ സോൾട്സ് കൂടിയിട്ട് ബൈൽ സോൾട്സ് സ്കിന്നിൽ അടിയുന്നത് മൂലമാണ് അവർക്ക് ചൊറിച്ചിലുണ്ടാവുക. സോ അപ്പോൾ ബൈൽ സോൾസിനെ അങ്ങോട്ട് റിമൂവ് ചെയ്യുന്നത് മൂലം ആ പ്രശ്നം കുറയും. സോ അതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ ഉപയോഗം നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. കോളിസെവാലം എന്ന് പറയുന്ന മരുന്ന് ഡയബറ്റീസ് മെലിറ്റസിൽ ലിപ്പിഡ് ലെവൽ കുറയ്ക്കാനായിട്ട് അപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ ഉള്ള മരുന്നാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ. പക്ഷേ മരുന്നിന്റെ പ്രശ്നം മരുന്ന് രോഗികൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. മരുന്ന് രോഗികൾക്ക് ഇഷ്ടമല്ല. കംപ്ലയൻസ്, സ്ഥിരമായിട്ട് ലോങ് ടേം ആയിട്ട് ഈ മരുന്ന് രോഗികൾ കഴിക്കുന്നില്ല. കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അൺപാലറ്റബിൾ ആണ്. പൊടി വെതറി കഴിഞ്ഞ ഒരു രുചിയില്ല. ലോങ് ടേം ഇത് കഴിക്കില്ല എന്നുള്ളതാണ്. ലാർജ് ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ലെൻസ് ഉണ്ടാകാം, വയറ്റിൽ ഗ്യാസ് കയറാം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ദെൻ മലബന്ധം ഓർ നമുക്കതിനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് എഴുതാം. ദെൻ വയറ്റിൽ നിന്ന് വൈറ്റമിൻസിന്റെ ആഗിരണം, എസ്പെഷ്യലി ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എല്ലാം ആഗിരണം കുറയ്ക്കാം, അല്ലെങ്കിൽ മറ്റ് മാലബ്സോർഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു പ്രശ്നം. ദെൻ പിന്നെ ഫാറ്റ് ഫീസസിലൂടെ പോകുമ്പോൾ സ്റ്റിയറ്റോറിയ എന്നുള്ള പ്രശ്നം കൂടി ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി ഗാൾ സ്റ്റോൺസ് ഉണ്ടാകാനുള്ള ചാൻസ് ഇത് വർദ്ധിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ബിക്കോസ് ബൈൽ സോൾസ് കുറയുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നു. അപ്പൊ ചെറുതായിട്ടെങ്കിലും ഗാൾ സ്റ്റോൺസ് കൂടാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈബ്രേറ്റ്സിനൊപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ഗാൾ സ്റ്റോൺസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ മരുന്നിനെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.